ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം അശാന്തന് മനസ്സമാധാനമില്ല. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിയാത്തവന് സത്യബുദ്ധി ഉണ്ടാവുന്നില്ല. ആത്മനിഷ്ഠ കൈവരിക്കാത്തവന് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന സത്യത്തെ അനുഭവിക്കാനോ ശാന്തി നേടാനോ കഴിയില്ല. ശാന്തിയില്ലാത്തവന് സുഖമെവിടെ? പ്രിയരെ, പായ്ക്കപ്പലിനെ നയിക്കുന്ന നാവികൻ അതിനെ യഥേഷ്ടം കൊണ്ടുപോകുന്നത് കാറ്റിനെ ഉപകരണമാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഒരു ഉപകാരമായിരിക്കേണ്ട കാറ്റ് പെട്ടെന്ന് പ്രതികൂലമായി തീർത്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും. ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് യാതൊരു ലക്ഷ്യവുമില്ലാതെ ചാടിച്ചാടി പോകുന്ന കുരങ്ങന്റെ അതേ അവസ്ഥയാണ് നമ്മുടെ മനസ്സിനും. മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നത് നിസ്സാരമല്ല. വേഗമേറിയ ഇന്നത്തെ ജീവിതത്തിൽ മനുഷ്യനില്ലാത്തതായി ഒന്നേയുള്ളൂ, അത് മനസ്സമാധാനമാണ്. മോഹവസ്തുക്കളുടെ പിറകെ പായുന്നത് അതിൽ നിന്ന് മനസ്സമാധാനം ലഭിക്കും എന്ന മിഥ്യാധാരണയിലാണ്. സുഖം വസ്തുവിലാണ് എന്ന ചിന്ത കൊണ്ടു നടക്കുന്നവന് ഒരിക്കലും സന്തോഷമുണ്ടാവില്ല. സുഖം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇത് തിരിച്ചറിയാതെ കസ്തൂരിയുടെ ഗന്ധമന്വേഷിച്ചലയുന്ന മാനിനെ പോലെ നമ്മൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നു. ഭഗവത്ഗീത ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. അശാന്തസ്യ കുതഃ സുഖം? അശാന്തന് എവിടെയാണ് സുഖം? സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.